ഈ റീല് നിങ്ങൾ ഇപ്പം കാണണ്ട കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ എപ്പോൾ ഉണ്ടാക്കണമെന്ന് തോന്നുന്നു അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ആദ്യം ഒരു 3/4 കപ്പ് ശർക്കര പാനിയിലേക്ക് 3 അച്ച് ശർക്കരയാണ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും, ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തതും, അരമുറി തേങ്ങാ ചിരവിയതും, 1 കപ്പ് അവലും കൂടി ഇട്ട് കൊടുത്ത് എല്ലാവരും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് ആ ശർക്കര പാനിയൊക്കെ അങ്ങ് വറ്റി ഇടയിൽ ആ പഴമൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തേക്കണം കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി അങ്ങ് വച്ചേക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും, 3/4 കപ്പ് മൈദയും, ഒരിത്തിരി ഉപ്പും, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല കട്ടിയിൽ തന്നെ ഒന്ന് കലക്കിയെടുക്കാം. കണ്ടോ, ഇതുപോലെ വേണം മാവിരിക്കാനായിട്ട്. ഇനി വാട്ടിയെടുത്തൊരു വാഴയിലയിലേക്ക് 1 തവി മാവ് കോരി ഒഴിച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഫില്ലിങ്സ് കുറച്ചങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനീ ചെയ്യുന്നത് പോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള പോലെ മടക്കാം കേട്ടോ. ആ സമയത്ത് തന്നെ സ്റ്റീമറിൽ വെള്ളമൊക്കെ തിളച്ചോട്ടെ. അപ്പോൾ റെഡി ആവണതിനനുസരിച്ച് അങ്ങ് വെച്ച് കൊടുത്ത് ആവി കയറ്റി എടുക്കാമല്ലോ. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രം മതി വെന്ത് കിട്ടാൻ. സംഭവം ഇലയുടെയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ടേസ്റ്റ് പിന്നെ പറയാനില്ല, സെറ്റാണ്. അപ്പോൾ ആരും ഉണ്ടാക്കാൻ മറക്കണ്ട.